ബി.ജെ.പിക്ക് വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നൽകി നടി ലക്ഷ്മിപ്രിയ. ഫലസൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് പാലായിലും പൂഞ്ഞാറിലും അതേപോലെ തിരുവല്ലയിലും ബി.ജെ.പിക്കുണ്ടായ കനത്ത പരാജയത്തെ മുൻനിർത്തിയാണ് അവർ ഇത്തരം ഒരു മുന്നറിയിപ്പ് ഇവിടെ നൽകുന്നത്. ഇനിയെങ്കിലും അച്ഛന്മാരുടെ അരമനയുടെ തിണ്ണ നിരങ്ങാൻ ബി.ജെ.പി നേതാക്കൾ പോകരുതെന്നും പറ്റിയാൽ ഹിന്ദു കമ്മ്യൂണിറ്റി നേതാക്കളെ കാണുക, അവരെ ചേർത്തു പിടിച്ചാൽ തന്നെ ബി.ജെ.പിക്ക് ഗുണം ഉണ്ടാകും എന്നതാണ് ലക്ഷ്മിപ്രിയ ഇവിടെ വ്യക്തമാക്കുന്നത്. അവർ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെയാണ് ഈ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. ഇനിയെങ്കിലും അച്ഛന്മാരുടെ അരമനയുടെ തിണ്ണ നിരങ്ങാൻ ബി.ജെ.പി നേതാക്കൾ പോകരുത്. എത്ര ചേർത്ത് പിടിച്ചാലും ഇരട്ടി കൊടുത്തുവാലും അവർ ബി.ജെ.പിയെ പിന്തുണയ്ക്കില്ല. അനൂപ് ആന്റണി, ഷോൺ ജോർജ്, പി.സി. ജോർജ് ഇവരുടെ പരാജയം വ്യക്തമാക്കുന്നത് അതുതന്നെയാണ്. പകരം ഹിന്ദു കമ്മ്യൂണിറ്റി നേതാക്കളെ കാണുക. ഹിന്ദു മഹാസഭ, ബ്രാഹ്മണ സഭ, വിശ്വകർമ്മ സഭ, ഗണകസഭ, NSS, SNDP, KPMS തുടങ്ങി തന്നെ എല്ലാ ഹിന്ദു സമാജങ്ങളെയും ചേർത്ത് പിടിക്കുക. അവർക്ക് അടിസ്ഥാന ജീവിത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുക. മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. പെൻഷനും മരുന്നിനുമുള്ള സംവിധാനവും ഉണ്ടാക്കി കൊടുക്കുക. വോട്ടൊക്കെ താനേ പോന്നോളും. മുസ്ലിം ലീഗും SNDPയും ജമാഅത്തെ ഇസ്ലാമിയും മതേതര പാർട്ടിയാണെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയും മതേതര പാർട്ടിയാണ്. ഇന്ത്യ മുന്നണിയിൽ തന്നെ ഇവർ അവിടെ 11 LDF മുന്നണിയിൽ ബാക്കി 11 കക്ഷികളും ഒരുമിച്ച് ചേരും. അതുകൊണ്ട് ആ ഒരു സമാജത്തെ ചേർത്ത് പിടിക്കാൻ ബി.ജെ.പി നേതൃത്വത്തിന് കഴിയണം. ബാക്കി ആരെയും പ്രീണിപ്പിക്കാൻ പോകരുത്. സമാജത്തിന്റെ ഏകീകരണം ഉറപ്പുവരുത്തുക. 1 മാസത്തോളം നീണ്ടുനിന്ന കാത്തിരിപ്പുകൾക്കെല്ലാം തന്നെ ഒടുവിൽ കേരളം ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തമായ ചിത്രം ലഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഭൂരിപക്ഷം നേടി കോൺഗ്രസ് ആണ് അധികാരത്തിൽ ഏറിയത്. അതിൽ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ അവർ നടത്തി കഴിഞ്ഞു. LDF കോട്ടകളിൽ അടക്കം ജയിച്ചു കയറിയ കോൺഗ്രസിൽ ആരാകും മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ അവിടെ വലിയ രീതിയിൽ തുടക്കമായി കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം നേമം, ചാത്തന്നൂർ, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ താമര വിരിയിച്ചുകൊണ്ട് ബി.ജെ.പിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികൾ തോറ്റതിലാണ് ഇത്തരത്തിൽ ലക്ഷ്മിപ്രിയ വലിയ രീതിയിൽ ഒരു പ്രതികരണം നടത്തി രംഗത്ത് വന്നിരിക്കുന്നത്. ഇനിയെങ്കിലും അച്ഛന്മാരുടെ അരമനയുടെ തിണ്ണം നിറങ്ങാൻ ബി.ജെ.പി നേതാക്കൾ പോകരുതെന്നും അവർ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ, അതായത് അവർ പിന്തുണയ്ക്കുന്നില്ല എന്നതിന്റെ ഒരു തെളിവാണിപ്പോൾ ഇത്തരത്തിൽ അനൂപ് ആന്റണി, ഷോൺ ജോർജ്, പി.സി. ജോർജ് എന്നിവരുടെ പരാജയമെന്നും അവിടെ തുറന്നു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരത്തിനോടുള്ള മികച്ച ഒരു മറുപടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലമെന്നും ഇവർ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.